അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറും 2 മിനിറ്റ് മതി. ആ സമയം കൊണ്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പാലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. പാല് വറ്റിച്ചെടുക്കേണ്ട കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വില കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പാനാണ്. അപ്പോൾ ഈ പാനിലേക്ക് ഞാൻ 1 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 250 ml കപ്പാണ് കേട്ടോ. ആ കപ്പിന് 1 കപ്പ് മിൽക്ക് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊടിക്കാതെ പഞ്ചസാര തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബട്ടർ കേട്ടോ. പിന്നെ നമ്മൾ ഏത് കപ്പിലാണോ മിൽക്ക് പൗഡറൊക്കെ എടുത്തത് ആ കപ്പിന് തന്നെ ഒരു 3/4 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ചേരുവകളും മതി. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യരുത്. അപ്പോൾ ഇതൊക്കെ കട്ടയില്ലാതെ നമ്മൾ നല്ലതുപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുക. ഇത് കുറച്ച് ടൈം എടുക്കും കേട്ടോ. കാരണം നമ്മളിതൊന്ന് മിക്സായി കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ചൂടുവെള്ള വെള്ളമൊന്നുമല്ലല്ലോ, നമ്മൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ടയില്ലാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ. എങ്കിലേ നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാകുമ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടുള്ളൂ കേട്ടോ. കട്ടയില്ലാതെ കിട്ടണമെങ്കിൽ ഇതുപോലെ നല്ലതുപോലെ കട്ട ഉടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു മീഡിയം ലെവലിലാണ് കേട്ടോ ഫ്ലെയിം ഇട്ടേക്കേണ്ടത്. നല്ലോണം കൂട്ടി വെക്കുകയും ചെയ്തെന്നാൽ പറ്റ കുറച്ചിട്ടും വെക്കരുത് കേട്ടോ. ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കൈ എടുക്കാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. ചൂട് തട്ടുമ്പോൾ തന്നെ നമ്മൾ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വെറും 2 മിനിറ്റ് മതി കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ലൂസായിട്ടുണ്ട്. കാരണം നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽറ്റായി വന്നു. അപ്പോൾ നമ്മത് ലൂസായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിക്കായിട്ട് കിട്ടണം കേട്ടോ. അപ്പോൾ ഒന്ന് തിള വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കൈ എടുക്കാതെ ഒന്ന് കുറച്ച് ടൈം ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തു. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതുപോലെ ആയിക്കാരം കുറച്ച് ഇത്തിരി ലൂസായിട്ടാണ് ഇത് നിൽക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രൂപത്തിലുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ്. അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇതിന്. വേണ്ടോ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഐസ്ക്രീമിനോ പിന്നെ കേക്കിനോ എന്തിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വെറും 2 മിനിറ്റ് മതി കേട്ടോ. ഇതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പാലിൻ്റെ ഒന്നും ആവശ്യമില്ല. മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് എനിക്ക് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.